അപ്പോൾ ഇന്ന് നമ്മൾ ഭഗവത്ഗീതയിലെ 9-ാമത്തെ അധ്യായം 22-ാമത്തെ ശ്ലോകം. അധ്യായം 9 22-ാമത്തെ ശ്ലോകം. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അതായത് ഈ 9-ാമത്തെ അധ്യായം ഭഗവത്ഗീതയിലെ മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളജ്, അതായത് വളരെ രഹസ്യമായ വിദ്യ എന്ന് പറയാം, രാജവിദ്യ. അതിലും ഈ 9-ാമത്തെ അധ്യായം ഭഗവത്ഗീതയിലെ എല്ലാ രഹസ്യങ്ങളൊക്കെ ഇതിലുള്ളത്. അപ്പോൾ ഇതിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടെ പറയുന്നുണ്ട്, ആരാണോ എപ്പോഴും എനിക്ക് ആൾവേസ് വർഷിപ്പ് മീ, എപ്പോഴും എന്നെ വർഷിപ്പ് ചെയ്തുകൊണ്ട് ഫുള്ള് ഭക്തിയോടെ എൻ്റെ മേലെ ധ്യാനം ചെയ്ത് എൻ്റെ രൂപത്തിൽ ധ്യാനം ചെയ്തുകൊണ്ട് എപ്പോഴും എന്നെക്കുറിച്ച് അനന്യാശ്ചിന്ത, വേറെ ആലോചനകളില്ലാതെ എപ്പോഴും എന്നെക്കുറിച്ചേ ചിന്തിച്ചുകൊണ്ടിരിക്കണേ എൻ്റെ ഭക്തന്മാർക്ക്, അവർക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ഞാൻ കൊടുക്കും. അതുപോലെ അവരുടെ അടുത്ത് എന്താണ് അവർക്ക് ഉള്ളത് അതിന് ഞാൻ പൂർണ്ണമായിട്ട് രക്ഷിക്കും. യോഗക്ഷേമം വഹാമ്യഹം. അവരെ യോഗവും ക്ഷേമവും രണ്ടും തന്നെ ഭഗവാൻ തന്നെ നോക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഭഗവാനെക്കുറിച്ച് നിരന്തരം സ്മരണം, ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഭഗവാന്റെ നാമം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, അങ്ങനെ ഭഗവാന്റെ നാമം എപ്പോഴും ജപിച്ചുകൊണ്ട് ഭഗവാനെ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ ഭഗവാൻ തന്നെ നോക്കുന്നു, നമുക്ക് ഉള്ളതൊക്കെ ഭഗവാൻ തന്നെ രക്ഷിക്കുന്നു ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിലൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട് യോഗക്ഷേമം. യോഗക്ഷേമം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലർക്ക് ഈ എന്താ പറയുക, ഈ നിറയെ പൈസ, നിറയെ കഴിക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ടാവും, നിറയെ പലഹാരങ്ങളും മധുരങ്ങളൊക്കെ ഉണ്ടായി കഴിക്കാനുള്ള എല്ലാ ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ അവർക്ക് ഷുഗർ ആയിരിക്കും, ഷുഗർ എന്നുള്ള രോഗം. അപ്പോൾ ഷുഗർ ഉള്ളപ്പോൾ അവർക്ക് അത്രയും പൈസയും അത്രയും കഴിക്കാനുള്ള നല്ല വിധവിധമായ വിഭവങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിലും അവർക്കത് കഴിക്കാനുള്ള യോഗം ഇല്ല എന്ന് പറയും. അതാണ് യോഗം. ആ കഴിക്കാനുള്ള യോഗം അവർക്കില്ല. വേറെ ചിലർക്ക് നല്ല ആരോഗ്യം, കഴിക്കാനുള്ള എല്ലാ ആരോഗ്യം എല്ലാം ഉണ്ട്, പക്ഷേ അത് കഴിക്കാനുള്ള പൈസ കയ്യിലില്ല, അത് വാങ്ങിക്കാനുള്ള സ്വീറ്റ് മധുരമുള്ളതൊക്കെ ഉണ്ടാക്കാനുള്ള പൈസ കയ്യിലില്ല. അപ്പോൾ എപ്പോഴാണ് ഭഗവാൻ ഭക്തി ചെയ്യുന്നത്, ഇപ്പോൾ ഈ രണ്ടും യോഗവും ക്ഷേമവും രണ്ടും ഭഗവാൻ തന്നെ നോക്കേണ്ടതെന്ന് ഭഗവത്ഗീതയിൽ ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മളെ ഡെയിലി ജീവിതത്തിൽ നമ്മളെ ജീവിതം എങ്ങനെ ഇരിക്കണം എന്ന് വെച്ചാൽ, ഏതൊക്കെ വിധത്തിൽ നമ്മൾ ഭഗവാനെ എത്രത്തോളം നമ്മൾ ഭഗവാനെക്കുറിച്ച് ധ്യാനിക്കാൻ കഴിയുന്നുണ്ടോ, എത്രത്തോളം ഭഗവാനെക്കുറിച്ച് ജപിക്കാനും ഭഗവാനെക്കുറിച്ച് കേൾക്കാനും നമ്മൾ സമയം ഒതുക്കി വയ്ക്കണം. നമുക്ക് 24 മണിക്കൂർ ഭഗവാൻ സമയം തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് കുറച്ച് നേരമെങ്കിലും നമ്മൾ ഭഗവാന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. കഴിയുമെങ്കിൽ 24 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം. എന്താ വെച്ചാൽ, നമുക്ക് വേദങ്ങളിലെ ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള കണക്കനുസരിച്ച് തമിഴിൽ പറയും വേദനൂൽ പ്രായം 100. ഒരു മനുഷ്യന് 100 വയസ്സാണ് അത്ര ആയുഷ് മാക്സിമം. അപ്പോൾ 100 വയസ്സ് ആയുഷ് എന്നുണ്ടെങ്കിൽ നമ്മളതിലൊരു 50 വർഷക്കാലം പാതിക്കാലം ഉറങ്ങിപ്പോവില്ലേ. പാതിക്കാലം നമ്മൾ രാത്രിയൊക്കെ ഉറങ്ങിപ്പോവും, രാത്രിയും പകലാണ്, രാത്രിയൊക്കെ ഉറങ്ങിപ്പോവും. പിന്നെ അതിലൊരു 10-15 ആണ്ട് 10-12 ഉണ്ണിയായിട്ടും പോയി എന്ന് പറയില്ലേ. അപ്പോൾ 10-15 വർഷം കുട്ടികളായിട്ട് അങ്ങനെ കളിച്ചും അങ്ങനെ 10-15 വർഷം പോയി. പിന്നെ വയസ്സായിട്ട് ഇങ്ങനെ കണ്ണ് കാണാതെ കാത് കേൾക്കാതെ നടക്കാൻ വേണ്ടി അങ്ങനെയും പോകും. അപ്പോൾ നമുക്ക് ബാക്കി കിട്ടണത് വെറും ഒരു 10 വർഷം 20 വർഷമൊക്കെ നമുക്ക് കിട്ടണുള്ളൂ. അപ്പോൾ ആ 10-15 വർഷത്തിൽ നമ്മൾ ചെയ്യണത് എന്താണ്, നമ്മൾ വേറെ ഭഗവാൻ അല്ലാത്ത കാര്യങ്ങളാണ് നമ്മളെ മനസ്സ് നമ്മൾ നിർത്തുകയാണെങ്കിൽ നമുക്ക് ആ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. നമുക്ക് അൾട്ടിമേറ്റായിട്ടുള്ള ഗമ്യം ഭഗവാന്റെ ധാമത്തിൽ എത്തണമെങ്കിൽ നമ്മൾ ഭഗവാനെ എപ്പോഴും ചിന്തിക്കാൻ വേണ്ടി നമ്മൾ ട്രെയിൻ ചെയ്യണം. മനസ്സിന് മനസ്സ് നമ്മളെപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു പണി ചെയ്യുമ്പോഴും, പാചകം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ തന്നെ, നമുക്ക് ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് റോഡിൽ പോകേണ്ടിയിരിക്കണം. പക്ഷേ അപ്പോഴും നമ്മളെ മനസ്സ് വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷേ നമ്മളെ മനസ്സ് വേറെ എന്തെങ്കിലും കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള മനസ്സിനെ നമ്മളെപ്പോഴും ഭഗവാന്റെ നാമത്തെ ജപിക്കാൻ വേണ്ടി
മനസ്സിനുള്ളിൽ നമുക്ക് ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മനസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ജപിക്കാം. ജപങ്ങൾ നമ്മൾ കയ്യിൽ ജപമാല വെച്ച് ഉറക്കെ പുറത്ത് ജപിക്കണം. അല്ലാണ്ട് വേറെ ഇരിക്കുന്ന സമയത്ത്, ഫ്രീ ആയിരിക്കുന്ന സമയത്തിൽ, വേറെ എന്തെങ്കിലും പണി ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ ഭഗവാന്റെ നാമത്തെ ജപിക്കാം. അപ്പോൾ ഭഗവാന്റെ നാമം ജപിക്കാൻ അതിന് റൂൾസ് നിയമങ്ങളൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും ജപിക്കുക. ഇപ്പോൾ നമ്മൾ ഭഗവാന്റെ നാമം, ഭഗവാനെക്കുറിച്ചുള്ള ചിന്ത നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ നമ്മൾ മനസ്സ് വേറെ എന്തെങ്കിലും വേണ്ടാത്തതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ബെറ്റർ വന്നിട്ട് നമ്മൾ ഭഗവാനെക്കുറിച്ച് എന്തൊക്കെ കേൾക്കുന്നതോ ഈ കേട്ട കാര്യങ്ങളെ നമ്മൾ അടുത്തവർക്ക് പറയുക. അങ്ങനെ ഏതെങ്കിലും ഒരു വിധത്തിൽ ഭഗവാന്റെ സേവയിൽ എപ്പോഴും നമ്മൾ എൻഗേജ് ആയിരിക്കണം. ഭഗവാന്റെ സേവ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഫ്രീ ആയിരിക്കുമ്പോൾ കുറച്ച് പൂ പറിച്ച് ഭഗവാനൊരു നല്ല മാല കെട്ടിക്കൊടുക്കുക, ഭഗവാന്റെ തുളസിക്ക് വെള്ളമൊഴിക്കുക, ഭഗവാന് വേണ്ടി നല്ല ഫ്ലവർ ഗാർഡൻ ഉണ്ടാക്കുക, ഭഗവാന് വേണ്ടി നല്ല നല്ല വിധവിധമായ വിഭവങ്ങളായി ഭഗവാൻ അർപ്പിക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു വിധത്തിൽ എപ്പോഴും നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ഭഗവാനോട് കണക്റ്റായിട്ട് ഇരിക്കണം. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഭഗവാൻ അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്ന പറഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ജഗന്നാഥ് പുരി, നമ്മൾ അരീക്കോടിൽ നമ്മൾ ജഗന്നാഥിൻ്റെ രഥയാത്ര നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ജഗന്നാഥ് ബലദേവ് സുഭദ്ര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഈ ജഗന്നാഥിൻ്റെ ക്ഷേത്രമുണ്ട് ഒറീസയിൽ, ജഗന്നാഥ് പുരി പറഞ്ഞിട്ട്. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രം ജഗന്നാഥ് ക്ഷേത്രം. അവിടെ ജഗന്നാഥിൻ്റെ രഥയാത്ര നടക്കും. ലോകത്തിലെ ഏറ്റവും വലിയ രഥയാത്രയാണ് അവിടെ. 3 രഥത്തിലായിട്ടാണ് ഭഗവാൻ പുറത്ത് വരുന്നത്. നമ്മൾ അരീക്കോടിൽ ചെയ്യുമ്പോൾ ഒരു രഥത്തിൽ കൃഷ്ണനും ഒരേ രഥത്തിൽ കൃഷ്ണനും ബലറാമനും സുഭദ്രയും 3 പേരും ഒരേ രഥത്തിൽ. പക്ഷേ അവിടെ പൂരിയിൽ ജഗന്നാഥിൻ്റെ രഥയാത്രയ്ക്ക് ആദ്യം സുഭദ്ര ഒരു രഥത്തിൽ, പിന്നെ ബലറാം സെപ്പറേറ്റ് ഇനിയൊരു വേറെ രഥത്തിൽ, പിന്നെ ജഗന്നാഥ് വേറൊരു രഥത്തിൽ. അങ്ങനെ 3 പേരും 3 രഥത്തിലായിട്ടാണ് വരിക. അത് രഥയാത്ര കാണാൻ 15 തൊട്ട് 20 ലക്ഷം ആൾക്കാർ മിനിമം ഉണ്ടാവും. ഒരു മണലെടുത്തിട്ടാൽ താഴെ തട്ടൂല എന്നൊക്കെ പറയില്ല, അതുമാതിരി ജനങ്ങളായിരിക്കും. വലിയ റോഡും ഭയങ്കര, ലോകത്തിൽ നമ്മൾ കാണേണ്ട ഒരു ക്ഷേത്രമാണ് ജഗന്നാഥ് പുരി ക്ഷേത്രം. അത് സാക്ഷാത്ത് വൈകുണ്ഠം എന്നാണ് പറയുക ജഗന്നാഥ് പുരി. എവിടെയാണ് ജഗന്നാഥ്? ആ ജന്തുക്കൾക്ക് വരെ മോക്ഷം കൊടുക്കുന്ന സ്ഥലം എന്നാണ് പറയുക ജഗന്നാഥ് പുരി. അപ്പോൾ നമ്മൾ ജഗന്നാഥിനെ പറ്റി നിങ്ങൾ രഥയാത്ര കണ്ട് ജഗന്നാഥിനെ പ്രാർത്ഥിച്ചാൽ ജഗന്നാഥ് നമുക്ക് ജഗന്നാഥ് പുരിക്ക് പോകാൻ, അവിടെ കാണാനുള്ളൊരു അവകാശം നമുക്ക് കിട്ടും ജഗന്നാഥിൻ്റെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ ആ ജഗന്നാഥ് പുരി ക്ഷേത്രത്തിൽ ജഗന്നാഥിന് നിത്യം സേവ. അവിടെ എങ്ങനെയാ വെച്ചാൽ ജഗന്നാഥിന് ഭോഗ നൈവേദ്യം നിവേദിക്കാൻ വേണ്ടിയിട്ട് ദിവസം ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കും ഭഗവാൻ. ഒരു വെറൈറ്റി ഇത് കഴിഞ്ഞ് ഇനിയൊരു വെറൈറ്റി, അങ്ങനെ 64 വെറൈറ്റീസ് ഇങ്ങനെ നൈവേദ്യം ചെയ്തുകൊണ്ടിരിക്കും. അതെങ്ങനെയാ വെച്ചാൽ അവിടെ ആ അമ്പലം കെട്ടിയത് ഇന്ദ്രദ്യുമ്ന മഹാരാജ് എന്ന് പറഞ്ഞ രാജാവാണ് ആ ജഗന്നാഥ് പുരിയിൽ ഭഗവാന്റെ ക്ഷേത്രം കെട്ടിയെടുത്തത്. അപ്പോൾ അദ്ദേഹം അമ്പലമൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് ഭഗവാന്റെ അടുത്ത് ഭഗവാൻ എന്താ വരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു, ജഗന്നാഥ, നീ നമ്മളെ ഈ പൂരി ക്ഷേത്രത്തിൽ നീ കഴിച്ചുകൊണ്ടേയിരിക്കണം. സ്നേഹമല്ലേ? ഇപ്പോൾ നല്ല സ്നേഹമുള്ള അച്ഛനമ്മമാർക്ക് കുട്ടികൾക്ക് നിറയെ കഴിക്കാൻ കൊടുക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമല്ലേ? അതുപോലെ ആ പ്രേമത്തിൽ ജഗന്നാഥനോട് പറയുകയാണ്, ജഗന്നാഥ, നീ നമ്മളെ ഈ ജഗന്നാഥ് പുരി ക്ഷേത്രത്തിൽ നീ എപ്പോഴും കഴിച്ചുകൊണ്ട് സുഖമായിരിക്കണം, എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം പറയും. അപ്പോൾ പണ്ട് കാലത്ത് ലക്ഷ്മി ദേവിയാണ് ആദ്യം അവിടെ അമ്പലത്തിൽ അടുപ്പ് കത്തിച്ച് തുടങ്ങിയത്. അപ്പോൾ അന്ന് കത്തിച്ച തീ ഇന്ന് വരെ അത് അണഞ്ഞിട്ടില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കും. അവിടെ പാചകങ്ങൾ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ വെറൈറ്റി പലഹാരങ്ങളും, അപ്പം, അതിരസം, എന്തൊക്കെയാണ് പറയുക, നമ്മൾ കേൾക്കാൻ പറ്റാത്ത കുറേ പേരുകൾ, ഒറീസയിലെ പേര്, ചന്നാപ്പേട, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഭഗവാൻ നൈവേദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആൾക്കാരിങ്ങനെ വലിയ മണ്ണിൻ്റെ ചട്ടികളിൽ പാചകം ചെയ്തിട്ട് അതിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ജഗന്നാഥ് നൈവേദിക്കാൻ. അപ്പോൾ ജഗന്നാഥ് വലിയ വിഗ്രഹമാണ്, വലിയ മരത്തിൻ്റെ വിഗ്രഹങ്ങൾ, മരമെന്ന് പറയാൻ പാടില്ല, ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഭഗവാന്റെ മുന്നേ ഇങ്ങനെ വലിയ ചട്ടികളിൽ ഇങ്ങനെ നൈവേദ്യം വയ്ക്കും. ആ വെച്ച് അത് കുറച്ച് നേരം ആ നൈവേദ്യം കഴിഞ്ഞു, അതെടുത്ത് കഴിഞ്ഞുകൊണ്ട് അടുത്ത നൈവേദ്യം വരും ഭഗവാന്. അതുകൊണ്ടൊന്ന് നൈവേദ്യം ഭഗവാൻ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തത്, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഭഗവാൻ അവിടെ നൈവേദ്യം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഭഗവാൻ കഴിച്ചിട്ട് ഭഗവാന്റെ കൈ ഉണങ്ങിയതിൻ്റെ ഉടനെ അടുത്ത ഫുഡ് കഴിക്കണം എന്നാണ് അവിടെ കണക്ക്. അപ്പോൾ എങ്ങനെയാണ് ഭഗവാന്റെ കൈ ഉണങ്ങിയെന്ന് മനസ്സിലാക്കുക വെച്ചാൽ, ഭഗവാൻ ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ ആ തറയൊക്കെ ഒന്ന് തുടയ്ക്കും. ആ തറയൊക്കെ തുടച്ച് ആ തറ ഉണങ്ങി കഴിഞ്ഞ ഉടനെ അടുത്ത നൈവേദ്യം നിവേദിക്കാൻ കൊണ്ടുവരണം. അങ്ങനെയാണ് ജഗന്നാഥ് പുരിയിൽ കണക്ക്. അപ്പോൾ ആ ജഗന്നാഥിന് അങ്ങനെ നിത്യം സേവ ചെയ്യാൻ
അവിടെ ക്ഷേത്രത്തിൽ 35,000 വർക്കേഴ്സ് ഉണ്ട്. 35,000 പേര് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ക്ഷേത്ര ജീവനക്കാർ, ക്ഷേത്രത്തിൽ പണി ചെയ്യുന്ന ആൾക്കാർ 35,000 പേര്. 35,000 പേര് എല്ലാവർക്കും ഒരേ ദിവസം പണി ഉണ്ടാവില്ല. ആ ജഗന്നാഥൻ്റെ കൊടിയുണ്ട് മേലെ, ദിവസം എത്രയോ ഉയരത്തിൽ, എത്രയോ യൂട്യൂബിൽ പോയാൽ കാണാം നിങ്ങൾക്ക് ആ കൊടി എത്ര ഉയരത്തിലുണ്ട്. ജഗന്നാഥൻ്റെ ഗോപുരം, അതിൻ്റെ മുകളിൽ നടന്ന് കയറും. ഏണിയില്ല, ഒന്നുമില്ല മുകളിൽ കയറാൻ. അതിൽ പിടിച്ച് കയറിയിട്ട് ആ മുകളിൽ ജഗന്നാഥൻ്റെ മുകളിലുള്ള ഗോപുരം ഭയങ്കര പേടിയായിരിക്കും നമ്മളത് കണ്ടാൽ തന്നെ. ആ കൊടി ദിവസം മാറ്റും. അങ്ങനെ ആ കൊടി കയറ്റാൻ വേണ്ടിയിട്ട്, കൊടി മാറ്റുന്ന ആ പണി, അതിനൊരു 5,000 പേരുണ്ട്. അപ്പോൾ ഒരു ഫാമിലിക്ക് ഇത്ര ദിവസം, അങ്ങനെ എന്തോ കണക്കുണ്ട്. അങ്ങനെ കണക്ക് വെച്ചിട്ടാണ് അവർ മുകളിൽ കയറുന്നതൊക്കെ. അതുമാതിരി ജഗന്നാഥിന് കുക്കിംഗ് ചെയ്യാൻ അതിനൊരു 5,000 പേര് സെപ്പറേറ്റ്. ജഗന്നാഥിന് ശൃംഗാരം, ഭഗവാനെ അലങ്കാരം ചെയ്യാൻ ശൃംഗാരി പാണ്ട പറയും. ആ ശൃംഗാരം ചെയ്യാനുള്ള പൂജാരികൾ അത് സെപ്പറേറ്റ്. ജഗന്നാഥിന് തേരുണ്ടാക്കാൻ ഓരോ വർഷവും തേര് ഇങ്ങനെ നമ്മളെമാതിരി ഒരു തേരുണ്ടാക്കി വെക്കുകയല്ല അവർ. ഓരോ വർഷം പുതിയ മരം വെട്ടിയിട്ട് ആ മരത്തോണ്ട് തേരുണ്ടാക്കും. ആ രഥയാത്ര കഴിഞ്ഞുകൊണ്ട് ആ തേരൊക്കെ പൊളിച്ചെടുക്കും. അങ്ങനെ ഓരോ വർഷവും തേര്, വലിയ വലിയ തേരുകൾ, ആ തേരുണ്ടാക്കാനുള്ള അതിനുള്ള പാണ്ടകൾ അവർ സെപ്പറേറ്റ്. അപ്പോൾ ഇങ്ങനെ ജഗന്നാഥിന് സർവീസ് ചെയ്യണ, സേവ ചെയ്യണ ആൾക്കാർക്ക് പാണ്ട എന്ന് പറയും, പാണ്ട. അപ്പോൾ അങ്ങനെ അതിൽ ചില പാണ്ടകൾക്ക്, ചില സേവ ചെയ്യണ ആൾക്കാർക്ക് ദിവസം സേവ ഉണ്ടാവും ക്ഷേത്രത്തിൽ. അപ്പോൾ അവർ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ദിവസം അവർ പണി ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു 500 രൂപ, ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്, അവർക്കൊരു 500 രൂപ കയ്യിൽ കൊടുക്കും. അപ്പോൾ ചിലർക്ക് വർഷത്തിൽ 2 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ സേവ. ആ രഥയാത്രയുടെ ദിവസം അന്ന് ജഗന്നാഥനെ കൊണ്ടുവരുന്നത്, അങ്ങനെ ചിലപ്പോൾ വർഷത്തിൽ ഒരിക്കോ 2 ദിവസം അങ്ങനെയൊക്കെയുള്ളൂ സേവ. അപ്പോൾ അവർക്ക് അധികം പൈസ കിട്ടില്ല. അപ്പോൾ അവരെന്തെന്ന് വെച്ചാൽ അവർ ബാക്കിയുള്ള സമയത്ത് എന്തെങ്കിലും കച്ചവടമോ വേറെ എന്തെങ്കിലും കാര്യമൊക്കെ ചെയ്യും. ആ ക്ഷേത്രത്തിൽ വന്ന് ചന്ദനം വരയ്ക്കും. ആ സേവ ഉള്ള സമയത്ത് വന്നിട്ട് സേവ ചെയ്തിട്ട് പോകും. ചിലർക്ക് ദിവസം സേവ ഉണ്ടാവും, അവർക്ക് ദിവസം പൈസ കിട്ടും. അപ്പോൾ അങ്ങനെ ആ ജഗന്നാഥ് പുരിയിൽ ഉണ്ടായിരുന്ന ഒരു പാണ്ട, ഒരു സേവ ചെയ്യുന്ന ഒരാളാണ്. അയാളുടെ പേരാണ് അർജുൻ മിശ്ര. അർജുൻ മിശ്ര. അപ്പോൾ ഈ അർജുൻ മിശ്ര എന്നുള്ള ജഗന്നാഥ് ടെമ്പിളിലെ ഒരു അയാൾക്ക് ടെമ്പിളിൽ എപ്പോഴെങ്കിലും ഉള്ളു സേവ. അപ്പോൾ അയാൾ നല്ലൊരു ഭക്തനായിരുന്നു ജഗന്നാഥിൻ്റെ അടുത്ത്. ഭക്തി പറഞ്ഞാൽ എങ്ങനെ വെച്ചാൽ അയാളുടെ ഭക്തിയൊക്കെ ഭഗവത്ഗീതയിലാണ്. ആൾക്ക് ഭഗവത്ഗീത വായിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഇൻട്രസ്റ്റ്. സമയം കിട്ടുമ്പോഴൊക്കെ ഭഗവത്ഗീത എടുത്ത് ഓരോരോ ശ്ലോകം വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഭഗവത്ഗീത വായിച്ചുകൊണ്ടിരിക്കുക അയാൾ. അപ്പോൾ അയാൾക്ക് വലിയ വരുമാനം, പിന്നെ ഒന്നും പൈസ ഒന്നുമില്ല കയ്യിൽ. അപ്പോൾ ദിവസം ഇങ്ങനെ ഭിക്ഷാടനത്തിന് ഭിക്ഷ എടുക്കാൻ പുറത്ത് പോകും. പോയിട്ട് എന്തെങ്കിലും കിട്ടിയാൽ ആ കിട്ടിയത് കൊണ്ടുവന്നിട്ട് അതുകൊണ്ടാണ് വീട്ടിൽ ഭാര്യ പാചകം ചെയ്ത് കുക്കിങ്ങൊക്കെ ചെയ്തിട്ട് 3 പെൺകുട്ടികൾക്കും 3 പെൺകുട്ടികളുടെ വീട്ടിൽ ഒരു ആൺകുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ഇയാൾ എന്തെങ്കിലും ഭിക്ഷ എടുത്ത് കൊണ്ടുവന്നിട്ടാണ് ജീവിതം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം ഈ ജഗന്നാഥ് പുരിയിൽ ഭയങ്കര ഒരു സൈക്ലോൺ, എന്താ പറയുക, തുഫാൻ, ഒരു പുയൽ, എന്താ പറയുക, ഒരു ഭയങ്കര ഒരു സൈക്ലോൺ വന്നു, കൊടുങ്കാറ്റ്. ആ കൊടുങ്കാറ്റ് അങ്ങനെ വന്നപ്പോൾ ഭയങ്കര, അവിടെയൊക്കെ ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇപ്പം ഇന്നലെ മിഞ്ഞാന്ന് വന്നിരുന്നില്ലേ, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ആ കടലിൻ്റെ തീരത്താണ് ഈ ജഗന്നാഥ് പുരി ടെമ്പിൾ ഉള്ളത്. അപ്പോൾ കടലിൻ്റെ തീരത്തുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇങ്ങനെ ഈ തുഫാൻ, ഈ കൊടുങ്കാറ്റൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുങ്കാറ്റ് വന്നപ്പോൾ ഒരു 3 ദിവസത്തിന് നല്ല മഴയും കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ മഴയും കാറ്റൊക്കെ ആയപ്പോൾ ആർക്കും വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ വയ്യ. അപ്പോൾ ഇയാൾക്ക് പുറത്ത് പോയി ഒന്നും ഭിക്ഷ എടുക്കാനൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താ സന്തോഷം എന്താ വെച്ചാൽ, അപ്പോൾ എനിക്കിനി 3 ദിവസം മഴയും ഇതൊക്കെ ആയതുകൊണ്ട് എനിക്ക് പുറത്ത് പോകണ്ടല്ലോ, അത്രയും സമയം ഞാൻ ഭഗവത്ഗീത വായിക്കാമല്ലോ എന്നുള്ള സന്തോഷം. ഭക്തന്മാർക്ക് അങ്ങനെയാണ് അത്ര. എപ്പോഴൊക്കെയാണ് അവകാശം കിട്ടുക, എപ്പോഴൊക്കെയാണ് അവസരം കിട്ടുക, ഒരു ഭക്തി ചെയ്യാനോ ഭഗവാന്റെ സേവ ചെയ്യാനോ ഒക്കെ സമയം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു ഭക്തന്മാർ. അപ്പോൾ ശരി, കൊറോണയാണ്, ലോക്ക്ഡൗൺ ആണ്, ഇപ്പം നമുക്ക് നല്ല സമയം, ബുക്ക് വായിക്കാൻ നിറയെ സമയം കിട്ടി, കുറേ ക്ലാസ്സുകൾ കേൾക്കാനുള്ള സമയം കിട്ടി. അങ്ങനെ ഭക്തന്മാർ എപ്പോഴും ഒരു കുറച്ച് സമയം കൂടെ വേസ്റ്റാക്കി കളയില്ല. നല്ലൊരു ഭക്തൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ ആ സമയം വേസ്റ്റാക്കി കളയില്ല പറയും. അവർക്ക് കിട്ടുന്ന കുറച്ച് സമയം ഭഗവാനെക്കുറിച്ച് കേൾക്കാനും ഭഗവാനെ ഹരിനാമം ജപിക്കാനും ഭഗവാന്റെ സേവ ചെയ്യാനും കാത്തിരിക്കുന്നു. അപ്പോൾ അതുപോലെ ഈ ഗീതാ പാണ്ഡ എന്നുള്ള ഈ ഭക്തൻ, അതായത് അർജുൻ മിശ്ര എന്നുള്ള ഭക്തൻ, അർജുൻ മിശ്ര എന്നുള്ള അയാൾ എപ്പോഴും ഭഗവത്ഗീത വായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എല്ലാവരും അയാളെ ഗീതാ പാണ്ഡ എന്ന് വിളിക്കുക. പാണ്ഡ എന്ന് വെച്ചാൽ ക്ഷേത്രത്തിലുള്ള സേവ ചെയ്യുന്ന ആൾ. അപ്പോൾ ഈ ഭഗവത്ഗീത എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എല്ലാവരും അയാളെ ഗീതാ പാണ്ഡ എന്ന് വിളിക്കാറ്. അപ്പോൾ ഈ ഗീതാ പാണ്ഡയ്ക്ക് ഇങ്ങനെ 3 ദിവസം
ഇങ്ങനെ പുറത്ത് മഴയും കൊടുങ്കാറ്റൊക്കെ ആയപ്പോൾ ഇയാൾക്ക് ഭയങ്കര സന്തോഷം. എനിക്കപ്പോൾ 3 ദിവസം എവിടെയും പുറത്ത് പോകേണ്ട ആവശ്യമില്ല, ഒരു പണിയുമില്ല, ഞാനിരുന്ന് ഫുള്ളായിട്ട് അങ്ങോട്ട് ഗീത വായിക്കാൻ പോവുകയാണ് പറഞ്ഞിട്ട് അയാളിരുന്ന് ഗീത വായിക്കാൻ തുടങ്ങി. പക്ഷേ അവിടെ കുട്ടികൾക്കും ഭാര്യയ്ക്കും കുട്ടികൾക്കും ഒന്നും കഴിക്കാനൊന്നുമില്ല, അവിടെ ഒന്നും കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല, പാചകമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇയാളിരുന്ന് ഒന്നും വല്ല ഒരു സങ്കടമില്ലാണ്ട് ഒക്കെ ഭഗവാൻ നോക്കിക്കോളും എന്നുള്ളതിൽ ഇരുന്ന് ഭഗവത്ഗീത വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ വന്നിട്ട് വഴക്ക് പറയാൻ തുടങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കുന്നത്, 3 ദിവസമായി ഇതുവരെ ഒന്ന് പുറത്ത് പോയിട്ടില്ല, ഒരു ഭിക്ഷാടനം ചെയ്തിട്ടില്ല, കുട്ടികൾക്കൊക്കെ വിശന്നിരിക്കുകയാണ്, എന്താണ് കുട്ടികൾക്ക് കൊടുക്കുക, കുട്ടികൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ കഴിക്കാൻ, നിങ്ങൾ പുറത്ത് പോകേണ്ട, എങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക, വേഗം പുറത്ത് പോയി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വരി, അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ഒച്ചിട്ട് ഭാര്യയെ വിളിച്ച് പറയും. ഭാര്യ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇയാൾക്ക് പുറത്ത് പോകാൻ ഇൻട്രസ്റ്റ് ഇല്ല. ഭഗവാന്റെ ഭക്തിയിൽ, ചിലർക്ക് ഭഗവാന്റെ നാമത്തിലും ചിലർക്ക് ഭഗവാന്റെ ലീലകൾ കേൾക്കാൻ, അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ രുചിയല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിന് ഭഗവത്ഗീത വായിക്കുക പറഞ്ഞാൽ അത്ര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഭഗവത്ഗീത ഇങ്ങനെ എടുത്ത് വായിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഈ വായിച്ച ഈ ശ്ലോകം 9-ാമത്തെ അധ്യായം 22-ാമത്തെ ശ്ലോകം, ആ ശ്ലോകം എടുത്താൽ അതാ ശ്ലോകമാണ് അയാൾ വായിക്കുന്നത്. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ആരാണോ വേറെ അനന്യമായ ചിന്തയില്ലാതെ എപ്പോഴും എന്നെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് എന്നെക്കുറിച്ച് എനിക്ക് സേവ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്, അവർക്ക് വേണ്ടിയതൊക്കെ ഞാൻ കൊടുക്കും, അവർക്ക് ഉള്ളതൊക്കെ ഞാൻ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. എനിക്കിതിൻ്റെ കറക്റ്റായിട്ടുള്ള മലയാളം ട്രാൻസ്ലേഷൻ പറയാൻ പറ്റണില്ല, എന്താണ് കയ്യിൽ മലയാളം ഭഗവത്ഗീതയില്ല. അപ്പോൾ ഇങ്ങനെ ഈ ശ്ലോകം എടുത്തിട്ട് ഈ അർജുൻ മിശ്ര അവരെ ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കും. എടി ഇത് കണ്ടോ, നീ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയിൽ, അനന്യാശ്ചിന്ത എന്തോമം, ആരാണോ എപ്പോഴും എന്നെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് എന്നെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് വേണ്ടതൊക്കെ ഞാൻ തന്നെ കൊടുക്കും, അവരുടെ അടുത്തുള്ളതൊക്കെ ഞാൻ തന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീ എന്തിനാ ഇതിനെ വിഷമിക്കണേ പറഞ്ഞ് ഇയാൾ പറയും ഭാര്യയോട്. അപ്പോൾ ഭാര്യയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ? ഭാര്യ പറയും, നിങ്ങൾ ഈ ഭഗവത്ഗീതയും വേറെ പണിയില്ല നിങ്ങൾക്ക്, എപ്പോൾ നോക്കിയാലും 24 മണിക്കൂറും ഭഗവത്ഗീതയും കൈ പിടിച്ചിങ്ങനെ ഇരിക്കുക, വേറെ ഒരു പുറത്ത് പോലുള്ള ഒരു പണിയെടുക്കില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ദേഷ്യത്തിൽ അവളെന്ത് ചെയ്യും, അടുത്ത് കിടന്നൊരു കരിക്കട്ട, എന്താ പറയുക, വിറക് കത്തിച്ച് കരിയില്ലേ, ആ കരി എടുത്തിട്ട് ആ ഭഗവത്ഗീത ശ്ലോകത്തിൻ്റെ മേലെ, എവിടെയാണ് അനന്യാശ്ചിന്ത എന്താണെന്നുള്ള ആ ശ്ലോകത്തിൻ്റെ മേലെ 3 വര ഇങ്ങനെ വരയ്ക്കും. ഈ ശ്ലോകമില്ല, ഭഗവത്ഗീതയൊന്നുമില്ല, ഒക്കെ വെറുതെയാണ് പറഞ്ഞിട്ട് ഒരു 3 വര ഇങ്ങനെ ആ ഭഗവത്ഗീത ശ്ലോകത്തിൻ്റെ മുകളിലെടുത്ത് ഇങ്ങനെ കരി കൊണ്ട് വരയ്ക്കും. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇയാൾക്ക് ഭയങ്കര സങ്കടമായി. അയ്യോ, സാക്ഷാത്ത് ഭഗവാന്റെ വാണിയല്ലേ, ഭഗവാന്റെ വാക്കല്ലേ ഭഗവത്ഗീത, അതിൻ്റെ മുകളിൽ ഇതല്ല പറഞ്ഞ് തെറ്റാണ് പറഞ്ഞ് വരച്ച് കളയോ പറഞ്ഞ് ഇയാൾക്ക് ഭയങ്കര സങ്കടമായി. പക്ഷെ ഒന്നും പറയാൻ വയ്യ, കുട്ടികളൊക്കെ വിശന്ന് കിടക്കുകയാണ്, എന്താ ചെയ്യാന്ന് അറിയില്ല. ഇയാൾ അങ്ങനെ പോയി അന്ന് രാത്രി അങ്ങനെ പോയി കിടന്നുറങ്ങി. അപ്പോൾ ഭാര്യ അങ്ങനെ തെറ്റിപ്പോയി, ഭാര്യയും പോയി അവിടെ അപ്പുറത്ത് ഭാര്യയും കിടന്നുറങ്ങി. അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞു. രാവിലെ വെളുപ്പാങ്കാലത്ത് നേരത്തുണ്ട് ആരോ പുറത്ത് വന്നിട്ട് ചെറിയ കുട്ടികളൊന്ന് വാതിൽ തട്ടുണ്ടെന്ന്. അമ്മ വാതിൽ തുറക്കൂ പറഞ്ഞ് വാതിലിങ്ങനെ മുട്ടുന്നുണ്ടെന്ന്. അപ്പോൾ വാതിൽ മുട്ടിയപ്പോൾ ആരാണെന്ന് പറഞ്ഞ് ഈ ഭാര്യ പോയി വാതിൽ തുറന്ന് നോക്കി. വാതിൽ തുറന്ന് നോക്കിയപ്പോൾ 2 സുന്ദരമായ 2 കുട്ടികളെന്ന്. ഒരു കുട്ടി നല്ല നീല കറുത്ത നിറത്തിലും നല്ല സുന്ദരനായിട്ട് താമര പോലത്തെ കണ്ണുകളും ചുരുണ്ട കേശവും, അങ്ങനെ നല്ല ചുവന്ന ഒരു ചുണ്ടുള്ള ഒരു കുട്ടി. മറ്റേ കുട്ടി വെളുത്തിട്ടൊരു കുട്ടി, നീല കളറിലെ വസ്ത്രം ധരിച്ചിട്ട് ഒരു കുട്ടി. ആരാണ് ഇവർ 2 പേരും? സാക്ഷാത്ത് ജഗന്നാഥനും ബലദേവനും, കൃഷ്ണനും ബലറാമനും. നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ജഗന്നാഥനും ബലദേവനും നമ്മളെ രഥയാത്രയിൽ അവിടെ അരീക്കോടിൽ? ആ ജഗന്നാഥനും ബലദേവനും 2 പേരും ചെറിയ കുട്ടികളായിട്ടൊരു 5-6 വയസ്സുള്ള കുട്ടികളെ രൂപത്തിൽ 2 പേരും വന്നു. അപ്പോൾ ഈ 2 കുട്ടികളും തലയിലൊരു വലിയൊരു ചാക്ക് നിറച്ച് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചുമന്നുകൊണ്ടാണ് വരുന്നത്. വാതിൽ തട്ടി ഈ സ്ത്രീ, ഈ വീട്ടമ്മ വന്ന് വാതിൽ തുറന്നിട്ട് കുട്ടികൾ ആരാണ് നിങ്ങളെന്ന് ചോദിക്കും. അപ്പോൾ അവരെ കണ്ടോണ്ട് ഇവർക്കൊരു ഭയങ്കര ഒരു സ്നേഹം വരും. അപ്പോൾ പറയും, ഞങ്ങളിങ്ങനെ ഗീതാ പാണ്ഡ എന്നുള്ള നിങ്ങളെ വീട്ടിലത്തെ ആളില്ലേ, ആ ഗീതാ പാണ്ഡയുടെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടികളാണ്, അവർ ഞങ്ങളെ പറഞ്ഞയച്ചതാണ്, ഞങ്ങളടുത്ത് ഇത് പറഞ്ഞയച്ചതാണ്, നിങ്ങൾക്ക് തരാൻ വേണ്ടി കൊടുത്തയച്ചതാണ് പറയും. അപ്പോൾ അത് കേട്ടത് ഇവർ ശരി തെരി പറഞ്ഞ് കയ്യിൽ നിന്നൊക്കെ അത് വാങ്ങിയെടുക്കും. ആ ചാക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അതൊക്കെ ഇവർ തുറന്ന് നോക്കും. തുറന്ന് ആ ചാക്കിന്ന് ഓരോ സാധനം എടുക്കുമ്പോൾ കുറേ നെയ്യും പഞ്ചാരയും വെല്ലവും
പാൽക്കട്ട, എന്താ പന്നീർ എന്നൊക്കെ പറയില്ലേ, എന്തൊക്കെ സാധനങ്ങൾ, ഗോതമ്പ് മാവ്, അരി, എല്ലാ സാധനങ്ങളും കഴിക്കാനുള്ള നല്ല നല്ല സാധനങ്ങളും പച്ചക്കറികളും അത് എടുക്ക തീരുന്നില്ല എന്ന്. എന്താ വെച്ചാൽ ഭഗവാൻ കൊണ്ടുവന്ന് തന്നതല്ലേ. ഭഗവാന്റെ സ്വയം കൈകൊണ്ട് ഭഗവാൻ തന്നെ ഈ ഭക്തന്മാർക്ക് കൊടുക്കാൻ വേണ്ടി ജഗന്നാഥൻ ഈ തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇവർ എത്ര എടുത്താലും അത് തീരുന്നില്ല എന്നാണ് ചാക്കുന്ന്. എടുത്തെടുത്ത് നോക്കിയപ്പോൾ ഒരു വർഷത്തേക്കുള്ള സാധനങ്ങളൊക്കെ അതിലുണ്ട്, 2 ചാക്കിനുള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്തവർ പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഈ കുട്ടികൾക്ക് എന്തെങ്കിലും താങ്ക്സ് എങ്കിലും പറയണ്ടേ, പറഞ്ഞ് പുറത്ത് പോയിട്ട് പറയും, കുട്ടികളെ നിങ്ങൾ കുറച്ച് നേരം നിൽക്ക്, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം, നിങ്ങളും കൂടെ കഴിച്ചിട്ട് പോയിക്കോളി, കഴിക്കാതെ പോകണ്ട, ഇത്രയും നിങ്ങൾ കഷ്ടപ്പെട്ട് ചുമന്ന്, ഈ ചെറിയ കുട്ടികളായ നിങ്ങൾ 2 പേരും ഇത്രയും ചുമന്ന് വന്നില്ലേ, എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും എടുത്ത് കൊണ്ടുവന്നത്, അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി, കഴിക്കാണ്ട് പോകണ്ട, കുറച്ച് നേരം ഇവിടെ ഇരിക്കുക, ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറയും ആ അമ്മ. അപ്പോൾ ആ കുട്ടി പറയും, ആ കറുത്ത നിറത്തുള്ള കുട്ടി പറയും, ഇല്ല അമ്മ, എനിക്കിവിടെ കഴിച്ചിട്ട് പോകാമെന്ന് വളരെ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ നാക്കൊക്കെ മുറിഞ്ഞിരിക്കുകയാണ് പറഞ്ഞിട്ട് ആ കുട്ടി വായി തുറന്ന് കാണിക്കുന്നു. വായി തുറന്ന് കാണിച്ചപ്പോൾ ആ നാക്കിനകത്ത് 3 മുറിവ്, 3 സ്ഥലത്ത് ഇങ്ങനെ രക്തം വരുന്നുണ്ടെന്ന്. അപ്പോൾ മുറിവുണ്ട്, എനിക്ക് വായിൽ മുറിവുള്ളതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല പറയും. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം തോന്നി. അയ്യോ, ആരാണ് നിൻ്റെ വായിൽ ആരാണ് ഇങ്ങനെ മുറിവുണ്ടാക്കിയത്, ആരാണ് ഇങ്ങനെ ചെയ്തത് പറഞ്ഞ് ചോദിക്കും. അങ്ങനെ ചോദിച്ചപ്പോൾ പറയും, അത് ആരോ ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്താണ്, അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലായിക്കോളും അങ്ങനെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവും. അപ്പോൾ അവരവിടെ നിന്ന് പോയ കുട്ടികൾ 2 പേരും പോയി, കൃഷ്ണ ബലറാമൻ 2 പേരും പോയി. അത് പോയ സമയത്ത് ഇവർ ഭാര്യ പോയിട്ട് ഭർത്താവിനെ വിളിച്ചുണർത്തിയിട്ട് പറയും, ഇങ്ങനെ 2 കുട്ടികൾ വന്നു, ഒരാൾ കറുത്തിട്ട് മഞ്ഞ പീതാംബരമൊക്കെ ഇട്ടിരുന്ന ഒരു കുട്ടി, മറ്റേ കുട്ടി വെളുത്ത നിറത്തിൽ നല്ല മുത്തിൻ്റെ മാലകളൊക്കെ ഇട്ടിട്ട് മയിൽപ്പില്ലിയൊക്കെ ചാർത്തിയിട്ട് നീല വസ്ത്രം ഇട്ട ഒരു കുട്ടി, 2 കുട്ടികൾ വലിയ 2 ചാക്കുകൾ മൂട്ടയായിട്ട് ചുമന്നുകൊണ്ട് വന്നിട്ട് അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ ഇവർ ചോദിക്കും, അയ്യോ ആ 2 കുട്ടികളാണ് ഇത്രയും ചുമന്ന് കൊണ്ടുവന്നത്. നോക്കിയപ്പോൾ വീട് നിറച്ച് സാധനങ്ങൾ, അരിയും പരിപ്പും നെയ്യും എണ്ണയും എന്തൊക്കെ വേണം ഒക്കെ ഉണ്ട്, ഒരു വർഷത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാൾ ചോദിക്കും, ഗീതാപാണ്ഡൻ ചോദിക്കും, അയ്യോ അപ്പോൾ നീ ആ 2 കുട്ടികളോട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറയും, ഞാൻ കഴിച്ചിട്ട് പോകാൻ നിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞില്ല, എനിക്കും കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ വായിൽ ഇങ്ങനെ മുറിവായിരിക്കുകയാണ്, ആ മുറിവായതുകൊണ്ട് കഴിക്കാൻ പറ്റണില്ല. അപ്പോൾ ആരാണ് ആ ദ്രോഹി ആ ചെറിയ കുട്ടികളെ വായിൽ ഇങ്ങനെ മുറി ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ് ചോദിക്കും ആ ഭാര്യ. ചോദിച്ചപ്പോൾ ഗീതാപാണ്ഡയ്ക്ക് മനസ്സിലായി, ഇത് വന്നത് ആരാണ്, സാക്ഷാത്ത് ഭഗവാൻ ജഗന്നാഥനും ബലറാമനും തന്നെയാണ് വന്നത്. നമ്മളെ ജഗന്നാഥ് അല്ലാണ്ട് നമുക്ക് വേറെ ആരാളുള്ള ബന്ധുക്കൾ, അവർ തന്നെ ജഗന്നാഥ് ബലദേവൻ തന്നെയാണ് വന്നത് പറഞ്ഞിട്ട് ആ ജഗന്നാഥിൻ്റെ വായിൽ മുറിവുണ്ടാക്കിയത് വേറെ ആരുമല്ല നീ തന്നെടി പറഞ്ഞിട്ട് ആ ഭാര്യയെ വഴക്ക് പറഞ്ഞിട്ട്, നീ ഇന്നലെ ഭഗവത്ഗീതയിലുള്ള അനന്യാൻ ചിന്തയന്തോമാം എന്നുള്ള ഈ ശ്ലോകം, നമ്മളിന്ന് വായിച്ച ഈ ശ്ലോകത്തിൻ്റെ മേലെ നീ കരിയെടുത്ത് ഇങ്ങനെ 3 വരയിട്ടല്ലേ, അപ്പോൾ ഭഗവാന്റെ നാക്കല്ലേ ഭഗവത്ഗീത, അപ്പോൾ അത് ഭഗവത്ഗീതയിൽ വരയിട്ടതുകൊണ്ട് അത് ഭഗവാനെ തട്ടിയതാണ്, അതുകൊണ്ടാണ് ഭഗവാന്റെ നാക്കിൽ നിന്ന് മുറിവായത്, അതുകൊണ്ടാണ് ഭഗവാന്റെ നാക്കിൽ നിന്ന് ചോര വന്നത് പറഞ്ഞിട്ട് ഉടൻ തന്നെ ഇവർ ഭാര്യയും ഭർത്താവും 2 പേരും എല്ലാവരും കൂടെ ചേർന്ന് പൂരി ജഗന്നാഥ് ക്ഷേത്രത്തിലോട്ട് ഭഗവാന്റെ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോകും. ഉള്ളിൽ പോയി നോക്കുമ്പോൾ അവിടെ പൂജാരികളൊക്കെ ഭയങ്കര വെപ്രാളത്തിൽ, അമ്പലത്തിൻ്റെ ഉള്ള ക്ഷേത്രത്തിലുള്ള പൂജാരികളൊക്കെ എന്താന്ന് ചോദിച്ചു നോക്കുമ്പോൾ ഭഗവാൻ ജഗന്നാഥിൻ്റെ വായിൽ നിന്ന് രക്തം വരുന്നുണ്ട്, ചുവന്നിട്ട് രക്തം ഇങ്ങനെ വരുന്നുണ്ടെന്ന് ഭഗവാന്റെ വായിൽ നിന്ന്. അപ്പം ജഗന്നാഥ് ഈ ഗീതാപാണ്ഡ പോയി പറയും, ഇങ്ങനെ എൻ്റെ ഭാര്യ ഇങ്ങനെ ഭഗവത്ഗീതയിൽ ഇങ്ങനെ 3 വരി ഇട്ടു, അപ്പോൾ അവരിങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നു, അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ നാക്കിൽ അങ്ങനെ മുറിവ് പറ്റിയതാണ്, എന്നോട് ക്ഷമിക്കണേ ജഗന്നാഥ പറഞ്ഞ് ജഗന്നാഥൻ്റെ ക്ഷേത്രത്തിൽ താഴെ വീണ് നമസ്കരിക്കവർ. അപ്പോൾ നമുക്ക് അങ്ങനെ നമസ്കരിച്ചപ്പോൾ ആ ജഗന്നാഥൻ്റെ അനുഗ്രഹം കൊണ്ട് അവർക്ക് എല്ലാ ക്ഷേമങ്ങളും കിട്ടി. അപ്പോൾ നമ്മൾ ഈ ശ്ലോകത്തിൽ വായിച്ച പോലെ ഭഗവാനെ എപ്പോഴും ചിന്തിച്ച് ഭഗവാന്റെ സേവയിലിരിക്കുന്നവർക്ക് അവർക്ക് വേണ്ട യോഗവും ക്ഷേമവും ഒക്കെ ഭഗവാൻ തന്നെ ഇതാക്കി കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മളിത് ഈ കഥയെ നമുക്ക് മനസ്സിലാക്കാം. ശ്രീ ഭഗവത്ഗീത കീ ജയ്, ജഗന്നാഥ് ബലദേവ് സുഭദ്ര മഹാറാണി കീ ജയ്, ഗീതാ പാണ്ഡ കീ ജയ്, ശീല പ്രഭുപാദ് കീ ജയ്, നിതായ് ഗൗർ പ്രേമാനന്ദ.